അങ്ങനെ അവനും യാത്രയായി. കിരൺ നാരായണൻകുട്ടിയും. 2 ദിവസം മുമ്പാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ ചരിഞ്ഞത്. ഈരാറ്റുപേട്ട അയ്യപ്പൻ പിന്നെ അസുഖമായിട്ട് നിൽക്കുമായിരുന്നു എന്നറിയാം. പക്ഷേ ഇത് തീരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഇതായിരുന്നു. നല്ല ആരോഗ്യവാനായിട്ട് കഴിഞ്ഞ 3 ദിവസം വരെ ഇരുന്ന ആനയാണ്. ഇതിപ്പം ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ 10-ാം തീയതി എടുത്ത വീഡിയോ ആണ്. തിരുവല്ല ഇഴിഞ്ഞില്ല ആനയൂട്ടിൽ പങ്കെടുത്ത ആനയൂട്ട് സംഘടിപ്പിക്കുന്ന സംഘാടക സമിതികൾ ഈ തണ്ണിമത്തൻ മുതലായവ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് തണ്ണിമത്തൻ അതുപോലുള്ള ഇത് കുക്കുംബറൊക്കെ അതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാരകമായിട്ട് വിഷം അടിച്ചു വരുന്ന സാധനങ്ങളാണ്. അത് ആനയ്ക്ക് ഉള്ളിൽ ചെന്നാൽ കേടാണ്. നമ്മുടെ ശിവരാജുവിന് ഒരിടയ്ക്ക് ഇങ്ങനെ ഉള്ള അസുഖം വന്ന് പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നതാണ്. തണ്ണിമത്തൻ കൊടുത്താണ് കൂടുതലായിട്ടും കുഴപ്പമായതെന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തുടർച്ചയായിട്ട് ഈ ആനയൂട്ടിൽ പങ്കെടുക്കുമ്പോൾ കൂടുതലും ഈ തണ്ണിമത്തൻ അതുപോലെയുള്ള ഐറ്റംസ് ആയിരിക്കും ആനയൂട്ടിൽ മിക്ക സംഘാടക സമിതി ഞാനിപ്പം 4-5 ആനയൂട്ടിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു.